എനിക്ക് തോന്നുന്നു ഒരു 38-നും 40-നും ഇടയ്ക്ക് ഡിഗ്രി ചൂടുണ്ടാവണം. പൊള്ളുന്ന വെയിലാണ്. പക്ഷെ ആ പൊള്ളുന്ന വെയിലിലും നോക്കി എത്ര നേരമാണ് ആളുകൾ ക്യൂ നിന്ന് അവരുടെ ആ വോട്ട് രേഖപ്പെടുത്തുന്നത്. വളരെ നല്ല കാര്യമാണ്, സന്തോഷം തോന്നുന്ന കാര്യമാണ്. പ്രായം നോക്കാതെ പ്രായമുള്ളവരും 10-70-80 വയസ്സുള്ളവരും ചെറിയ ആദ്യ വോട്ടുള്ളവർ, ഇപ്പോൾ എൻ്റെ മരുമോള് ഫസ്റ്റ് വോട്ടാണ് താരണിക്ക്. അപ്പോൾ അവരും എല്ലാം ഒരേ ആവേശത്തോടു കൂടി ഇത്ര ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. വളരെ തീർച്ചയായിട്ടും നല്ല മെസ്സേജല്ലേ കൊടുക്കുന്നത്. നമ്മളുടെ ഒരു ഓരോ ആളും വോട്ട് ചെയ്യണം എന്ന് ചെയ്യേണ്ട നമ്മളുടെ ഒരു അവകാശമാണത്. അപ്പോൾ അത് രേഖപ്പെടുത്തുക എന്നുള്ളത് അത് നല്ലൊരു മെസ്സേജല്ലേ കൺവേ ചെയ്യുന്നത്. വളരെ നല്ല മെസ്സേജല്ലേ. വേണ്ട, നമ്മൾ എന്താ അറിയാമോ, നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയം നമുക്കത് പറയാനുള്ള സമയമല്ല. തീർച്ചയായിട്ടും ഇതിന്ന് നമ്മളുടെ എല്ലാം വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക, 4-ാം തീയതി റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. എല്ലാം നല്ലത് നടക്കട്ടെ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കട്ടെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് നല്ല രീതിയിൽ നടക്കട്ടെ, നമ്മളെ ഭരിക്കുന്നവർ നല്ല രീതിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരട്ടെ. ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും സന്തോഷം. മോനും വൈഫും ഞാനുമൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ വോട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു ചെന്നൈ നിവാസിയാണ് ഞാൻ. മരുമകളാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. മകളുടെ വോട്ട് നഷ്ടമായി, കാരണം ലണ്ടനിലായിപ്പോയി കല്യാണം കഴിഞ്ഞ്. അല്ലെങ്കിൽ മോളും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. സന്തോഷം. അല്ല, അത് നമ്മൾ ഈ സമയത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരിക്കലും അത് ഓർമ്മയിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അത് പറഞ്ഞാൽ, കാരണം ഞാനിത് ദൃക്സാക്ഷിയായൊരു വ്യക്തിയാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് തേക്കിൻകാട് മൈതാനത്ത് ധനലക്ഷ്മി ബാങ്കിൻ്റെ മുമ്പിലായിരുന്നു ഞാൻ നിന്നിരുന്നത്, നായ്ക്കനാൽ റോഡിലേക്ക് തിരിയുന്നവിടെ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് വെടിക്കെട്ട് നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി. ജനങ്ങളുടെ മാംസം മാത്രമാണ് റോഡിൽ നിരന്ന് കിടന്നത്. അത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. 45 വർഷമായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത്. അപ്പോൾ ഇനിയും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു.